നമസ്കാരം. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മുടെ സെൻറ് തോമസ് എഞ്ചിനീയർ വർക്ക്, അത് കോട്ടയം ആസ്ഥാനമായിട്ടുള്ള സെൻറ് തോമസ് എഞ്ചിനീയർ. വർഷങ്ങളായിട്ട് നമ്മുടെ വ്യവസായ വകുപ്പ് സംഘടിപ്പിക്കുന്ന മേളകളിൽ പങ്കെടുക്കുന്നൊരു ടീമാണ് ഇവർ. സെൻറ് തോമസ് ആണ് അവരുടെ കമ്പനിയുടെ പേര്. നമുക്ക് കൂടുതൽ ചോദിക്കാം എന്തൊക്കെ പല മെഷീനുകളുണ്ട്. അതായത് ഡ്രൈ ഫ്രൂട്ട്, അതായത് ഫ്രൂട്ട്സ് ഉണക്കാവുന്ന അങ്ങനത്തെ, പിന്നെ മില്ലിൽ ഉപയോഗിക്കുന്ന പൊടിക്കാൻ ഉപയോഗിക്കുന്ന മെഷീൻ എല്ലാം ഇവരുടെ കയ്യിലുണ്ട്. എല്ലാം നമുക്ക് കൂടുതൽ വിഷയമായി ചോദിച്ചത് ഏതൊക്കെ മെഷീനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്? ഞങ്ങൾ ഫ്ലവർ മിൽ മെഷീനറി കംപ്ലീറ്റ് ആയിട്ട് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ബേക്കറിക്കുള്ള മെഷീനറി, അതുപോലുള്ള ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഏതാണ്ട് ഒരു 10-70 ഐറ്റത്തോളം ഞങ്ങൾ മെഷീനറി മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചമ്മന്തിപ്പൊടിക്കുള്ളത്, അരി പൊടിക്കാൻ, അങ്ങനെയുള്ള എല്ലാം A to Z. ഇതൊരു പുതിയ മോഡൽ ഡ്രയറാണ്, ഇലക്ട്രിക്കൽ ഡ്രയറാണ്. ഇത് 800 വാട്ട്സേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് നമുക്ക് 350 നാളികേരം നമുക്കിടാവുന്നതാണ്. ഇത് ഫുള്ള് SS ആണ്. ഇത് നാളികേരം, ജാക്ക് ഫ്രൂട്ട്, ചപ്പുവയ്ക്ക, ഫിഷ്, ഓൾ സ്പൈസസ്, മുളക്, മല്ലി, മഞ്ഞൾ ഏതും, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ്, ഇതെല്ലാം നമുക്ക് മണിക്കൂറുകൾ കൊണ്ട് ഉണങ്ങിയെടുക്കാവുന്ന ഒരു പുതിയ ടെക്നോളജിയാണ് നമ്മൾ ഇതിൻ്റെ അത് ഹീറ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഫിലമെൻ്റാണ്. കറണ്ടെന്ന് പറഞ്ഞാൽ ഒരു ടൈമിൽ നമ്മൾ 800 വാട്ട്സ് ചെയ്ത് എടുക്കത്തുള്ളൂ. അതിൻ്റെ ടെക്നോളജി അതാണ്, 800 വാട്ട്സ് എടുക്കത്തുള്ളൂ. പൾവറൈസറുകൾ, അത് സിംഗിൾ ഫേസിൽ വർക്ക് ചെയ്യുന്ന, വീടുകളിൽ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ പ്രവർത്തിപ്പിക്കാവുന്ന സിംഗിൾ ഫേസ് പൾവറൈസറുണ്ട്. അതുപോലെ വെറ്റ് ഗ്രൈൻഡറുകൾ 5 ലിറ്റർ മുതൽ ഏതാണ്ട് 50 ലിറ്റർ വരെയുള്ള വെറ്റ് ഗ്രൈൻഡർ നമ്മൾ ചെയ്യുന്നുണ്ട്. കൊപ്ര അരിയാനുള്ള കൊപ്ര കട്ടർ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഉരുളി റോസ്റ്റർ, അത് വിറകയിലുള്ളതുണ്ട്, ഗ്യാസയിലുള്ളതുണ്ട്, ഇലക്ട്രിക്കയിലുള്ളതുണ്ട്. അത് 5 കിലോ മുതൽ 250 കിലോ വരെയുള്ള വിറകെ വറക്കുന്ന റോസ്റ്ററുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചമ്മന്തിപ്പൊടിക്ക് വേണ്ട എല്ലാ മെഷീനും, ചമ്മന്തി പൊടിക്കാനുള്ളത്, തേങ്ങ പൊടിക്കാനുള്ളത്, അതുപോലെ ചമ്മന്തിയുടെ വറക്കാനുള്ള റോസ്റ്റർ, അതിനുള്ള എല്ലാ മെഷീനുകളും നമ്മൾ ചമ്മന്തിപ്പൊടിയുടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബേക്കറിക്ക് ആവശ്യമായ മൈദ നീഡർ, കേക്ക് നീഡർ, ബ്രെഡ് സ്ലൈസർ, ഓവണുകൾ, അതുപോലുള്ള എല്ലാ ഐറ്റങ്ങളും, ബേക്കറിക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റവും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 1962 എൻ്റെ ഫാദറാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ഞാനിത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കോട്ടയം കുറിച്ചിയിലാണ് ഞങ്ങളുടെ കമ്പനി. ചങ്ങനാശ്ശേരിക്കും കുറിച്ചിക്കും, കോട്ടയത്തിനും മധ്യയാണ് കുറിച്ചി എന്ന് പറഞ്ഞ സ്ഥലം. ചങ്ങനാശ്ശേരിക്കും കോട്ടയത്തിനും മധ്യേ. തീർച്ചയായും നമുക്കിന്ന് ഇപ്പോൾ കൂടുതൽ മെഷീൻ, ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പുതിയ സംരംഭകർ ഇതിലോട്ട് വരുന്നുണ്ടോ ഇങ്ങനെ മെഷീനെല്ലാം വാങ്ങാനായിട്ട്? എങ്ങനെയാണ് ആൾക്കാർക്ക് താല്പര്യം എന്ന് പറഞ്ഞാൽ ലൈവ് ഇപ്പം നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെയാണെങ്കിലും അവിടെ സൗദി, ബഹ്റിൻ അങ്ങനെയുള്ള രാജ്യങ്ങളിലാണെങ്കിൽ പോലും അവിടുത്തെ ഇന്ത്യക്കാർ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ചെല്ലുന്നവർ, അവർക്ക് ലൈവ് അവരുടെ മുന്നിൽ തന്നെ 1 കിലോ കാപ്പിക്കുരു എടുക്കുന്നു, അവർ തന്നെ പൊടിച്ചു കൊടുക്കുന്നു, അന്നേരം തന്നെ അവരുടെ മുന്നിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം കേരളത്തിലും ആയിട്ടുണ്ട്. ഇപ്പം 10 കിലോ തേങ്ങ എടുത്ത് അന്നേരം തന്നെ അത് ആട്ടി എണ്ണയാക്കി കൊടുക്കുന്നു. അങ്ങനെയുള്ള രീതിയിൽ ലൈവാണ് ഇപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടം. പാക്കറ്റ് ഫുഡിനോട് ആൾക്കാർക്ക് താല്പര്യം കുറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഇപ്പം കയറി വരുന്നുണ്ട്. ഇപ്പോൾ വർഷങ്ങളായിട്ട് ഈ മേളകളെല്ലാം പങ്കെടുക്കുന്നുണ്ട്. പറയാം, എങ്ങനെയാണ് ഒരു വ്യത്യാസം എങ്ങനെയാണ് നിങ്ങളുടെ ഒരു കമ്പനി മേള കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരം? ഞങ്ങൾക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ട്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ഡയറക്റ്റ് വന്ന്, ഇപ്പം ഞങ്ങൾ ഒരു വർഷം കാണുന്ന കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് 3 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു വർഷം ഞങ്ങളുടെ കമ്പനി വരുന്നതോ അല്ലെങ്കിൽ ഞങ്ങൾ പോയി കാണുന്നതോ ആയിട്ടുള്ള ആൾക്കാർ ഞങ്ങൾക്ക് വെറും 3 ദിവസം കൊണ്ട് ഇവിടെ കിട്ടും. അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയൊരു ഞങ്ങൾക്ക് അഡ്വാൻറ്റേജാണ്. ഞങ്ങൾ അത് ഈ മേളയിൽ സ്റ്റാർട്ടിങ് തിരുവനന്തപുരത്താണ്, BJT ഹാളിലാണ് ഇത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് തൊട്ട് നമ്മൾ ഈ മേളയിലുണ്ട്, ഇന്ന് വരെയും ഉണ്ട്. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു, കുഴപ്പമില്ല, എല്ലാം നല്ലതാണ്. തീർച്ചയായും നമ്മുടെ വ്യവസായ വകുപ്പ് സംഘടിപ്പിക്കുന്ന മേള കൊണ്ട് നമ്മുടെ പുതിയ സംരംഭകരെല്ലാം ഇവർ വർഷങ്ങളായിട്ട് സെൻറ് തോമസ് എന്ന എഞ്ചിനീയർ വർക്ക് വർഷങ്ങളായിട്ട് വ്യവസായ വകുപ്പ് സംഘടിപ്പിക്കുന്ന മേളകളിൽ പങ്കെടുക്കുന്നതാണ്. മേളയുടെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.